Sevens Golden Diamonds, Ermalur, Vadadala. ജമാഅത്തെ ഇസ്ലാമി പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് സൗഹൃദ സംഗമം നടന്നു. ജമാഅത്തെ ഇസ്ലാമി പള്ളുരുത്തി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ് സൗഹൃദ സംഗമത്തിൽ ഇമാം ഷറഫുദ്ദീൻ നദവി ഈദ് സന്ദേശം നൽകി. വെറും ബലി നൽകൽ മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതുപോലും സമൂഹനന്മയ്ക്കും ദൈവപ്രീതിക്കായും സമർപ്പിക്കുക എന്നതാണ് ബലിപ്പെരുന്നാളിന്റെ വലിയ സന്ദേശമെന്ന് നദവി തന്റെ സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചു. ഒരു സന്ദർഭം തേടുന്ന അവസരത്തിൽ നൽകുക. സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നു. യുദ്ധങ്ങൾ, കലാപങ്ങൾ, ദുരിതങ്ങൾ, പ്രളയങ്ങൾ, പകർച്ചവ്യാധികൾ, കോവിഡ് നേരിട്ടാണ്. അത്തരം അവസരങ്ങളിലൊക്കെ ഷെയർ ചെയ്യുവാനുള്ള നമ്മുടെ സന്നദ്ധതയെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഇത്തരം അനുഷ്ഠാനം. ഈ അനുഷ്ഠാനം നമ്മൾ നമ്മുടെ ഭൗതിക ആസക്തിയുടെയും സർവ്വതിനെയും ആർജിക്കാനും സ്വന്തമാക്കുവാനുമുള്ള നമ്മുടെ ആർത്തിയെയും ഒക്കെ. നഗരസഭാ കൗൺസിലർ PS ബിജു, ദേവസ്വം മാനേജറും പാലിയേറ്റീവ് പ്രവർത്തകനുമായ മോഹനൻ, SN ക്ലബ് സെക്രട്ടറി വിപിൻ കുമാർ, റിട്ടയർഡ് SIയും കാർണർ സേവാഭവൻ സെക്രട്ടറിയുമായ ലോറൻസ്, സാമൂഹ്യ പ്രവർത്തകൻ ദാമോദരൻ നേർനാട്ട്, മുതിർന്ന പത്രപ്രവർത്തകൻ അബ്ദുള്ള മട്ടാഞ്ചേരി, ദളിത് ആക്ടിവിസ്റ്റ് അംബരീഷൻ മാസ്റ്റർ, സാമൂഹ്യ പ്രവർത്തകൻ ആരിഫ് അബു, കൊച്ചിൻ ചാനൽ ന്യൂസ് എഡിറ്റർ MM സലീം, ആക്ടിവിസ്റ്റും ഗായകനുമായ ഷെരീഫ് മൈത്രി എന്നിവർ സംസാരിച്ചു. സൗഹൃദം സംഗമങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. സൗഹൃദം വീടുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മളെല്ലാവരും ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഓണമായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും പരസ്പരം സൗഹൃദ സംഗമങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത്തരം ഒരു കാഴ്ചപ്പാട് നമ്മളെല്ലാവരും ഞങ്ങളുടെ കോൺവെൻഷൻ കാലത്തുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ഈ അനുഭവം വെച്ചുകൊണ്ട് തന്നെയാണ് ആദ്യമായി എന്താണ് ഇസ്ലാം എന്ന് പഠിക്കുക. ആ സ്നേഹത്തിൽ നിന്നാണ്, ആ സ്നേഹ സന്ദേശത്തിലാണ് ഇസ്ലാം എന്താണ് എന്ന് പഠിക്കുന്നത്. പിന്നീട് ഞാൻ വളർന്ന് ഇപ്പോൾ അപ്പുറത്ത് താമസിച്ചായിരുന്നു. ഇന്നലെ ലോകത്തിന്റെ കണ്ണു മുഴുക്കെ ഒരു പെരുന്നാളും ശുദ്ധമാക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗസയിലേക്കുള്ള അത് സയൻസ് ടിക്കറ്റ് അടക്കമുള്ളവർ ഗസയുടെ പെരുന്നാളാഘോഷം എങ്ങനെയുണ്ടെന്ന് നോക്കിയത്. ഒരു പത്രക്കട്ടിങ് കിട്ടിയതിൽ അത് പറഞ്ഞത് നമുക്കറിയാലോ, അവിടെ ഗസയിൽ ഇപ്പോഴും കെട്ടിടങ്ങൾ തകർന്ന് ഭൂമിക്കടിയിൽ ആളുകൾ കിടക്കുന്ന ഒപ്പിവെക്കാനുള്ള സൗകര്യമില്ലാത്തൊരു അവസ്ഥ. പ്രതാപൻ, സാബു, ഗസൽ ഗായകൻ സലാം പള്ളുരുത്തി എന്നിവർ സന്നിഹിതരായി. TP അബ്ദുൽ ഖയ്യൂം അധ്യക്ഷത വെച്ച ചടങ്ങിൽ പീസ് വാലി സൈക്കോളജിസ്റ്റ് ഫാത്തിമ അൻസാരി സമാപനവും PM അലി നന്ദിയും പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ ഉയർത്തുന്ന ഗാനം ഷെരീഫ് മൈത്രി ആലപിച്ചത് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.